സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് ദൈവവചനമായി കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ജോൺ ക്രിസ്റ്റഫർ തോവാള പ്രിയ ദേവദാസനാണ്. പ്രിയ ദേവദാസൻ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. തനിക്ക് തക്ക സമയത്ത് താൻ യാത്രയിൽ ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടുമെങ്കിലും ദൈവം തക്ക സമയത്ത് ദൈവം നമ്മുടെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമേ എന്നോട് ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊർന്നല്യോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം എന്നോട് പറയാനുള്ളത് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അത് എന്നോട് പറയുവാനാണ് പറയുന്നത്. നമുക്ക് അതേ മനോഭാവത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുറന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോൺ ക്രിസ്റ്റഫർ തോവാള പ്രിയ ദേവദാസൻ ആദരവോടെ ക്ഷണിച്ചു കൊള്ളുന്നു. എത്ര തടസ്സമുണ്ടെങ്കിലും തടസ്സങ്ങളൊക്കെ കർത്താവ് മാറ്റി ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചതൊന്നും തടസ്സമാകത്തില്ല. ഒരു പച്ച തമിഴൻ തമിഴ് ഭാഷയല്ലാതെ മറ്റു ഭാഷ ഒന്നും സംസാരിക്കുവാനോ അല്ലെങ്കിൽ വായിക്കുവാനോ എഴുതുവാനോ കഴിവില്ലാത്ത എന്നെ നിങ്ങളുടെ മധ്യയിൽ ദൈവം വായായിട്ട് ഉപയോഗിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടിരുന്നാൽ മാത്രമേ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും പോകാനും പേടിയില്ല, പക്ഷേ കേരളത്തിനകത്ത് വരാൻ പേടിയാണ്. കാര്യം ഇവിടെയുള്ള ദൈവദാസന്മാരെ, ദൈവമക്കള്, വിശുദ്ധന്മാര്, പ്രവാചകന്മാരൊക്കെ വളരെ വികൽപ്പന്മാരും ലോകമെമ്പാടും ചെന്ന് ദൈവത്തിനെ സ്തുതിക്കുന്ന, ദൈവനാമത്തെ ഘോഷിക്കുന്ന ദൈവദാസന്മാരാണ്. ചന്ദ്രമണ്ഡലത്തിൽ പോയാലും ഇവരെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ദൈവദാസന്മാരുടെ മധ്യയിൽ ഒന്നിനും കൊള്ളരുതാത്ത എനിക്കിങ്ങനെ പിടിച്ചൊന്ന് പ്രസംഗിക്കുവാനും ബുദ്ധിമുട്ടുണ്ട്. വളരെ പെട്ടെന്ന് അവരിതൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഞാനങ്ങ് മുട്ടിന്മേലെ നടന്നങ്ങ് കർത്താവിൻ്റെ വാക്ക് സംസാരിക്കും. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ഭാഷ ഒരു കാര്യമല്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം വലിയവൻ, വലിയ കാര്യം ചെയ്യും. ആമേൻ. ഞാനൊരു വലിയ പ്രസംഗിക്കുവാനായിട്ടല്ല ദൈവം എന്നെ കൊണ്ടുവന്നത്. എന്നാൽ ദൈവം നിങ്ങളോട് ചില അരുളപ്പാട് ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. എല്ലാവരും വളരെ ആഗ്രഹത്തോടുകൂടെ ഇരിക്കുന്നുണ്ട്. തോവാളയിൽ നിന്നും പാസ്റ്റർ ജോണി ക്രിസ്റ്റഫർ വരും. കർത്താവ് ദൈവദാസനോട് സംസാരിക്കും എന്നുള്ള ആഗ്രഹത്തോടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കും അത് തന്നെ ആഗ്രഹം. ഞാൻ പ്രാർത്ഥന ചെയ്തപ്പോൾ ദൈവം എനിക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ടങ്ങ് നിർത്തി. പെട്ടെന്ന് കർത്താവ് എന്നെ പ്രേരിക്കുകയാണെങ്കിൽ ഞാനങ്ങനെ മുട്ടന്മേൽ നടക്കും. അത് ദൈവ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും ദൈവം പറയുവാൻ പറഞ്ഞത് ഇവിടെ 12 ദിവസം കൊണ്ട് ലോകമെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ പ്രസംഗിച്ച് അത് കേട്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ പ്രസംഗമല്ല എന്നോട് ദൈവം പറഞ്ഞത്, പിന്മളയെക്കുറിച്ച് പറയുവാൻ. പിന്മളയെ വേഗം അയക്കണമേ. നമ്മൾ മാറനാഥ എന്ന് പറഞ്ഞാൽ കർത്താവേ വേഗം വരണമേ. ആ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കേണ്ടത്, കർത്താവേ പിന്മള അയക്കണമേ. പിന്മളയ്ക്ക് മുമ്പ് ഈ ലോകമെങ്കും ഒരു ഭയങ്കരമായ
വയനാട്ടിൽ വന്നതുപോലെ ഒരു അഴിവുണ്ടാക്കുവാൻ പിശാച് ശ്രമിക്കുകയാണ്. ലോകമെമ്പാടും യുദ്ധമുണ്ടാക്കി ഒരു മൂന്നാം ലോക മഹായുദ്ധം വരട്ടെ എന്ന് പിശാച് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രസംഗം നിങ്ങൾ വളരെ പ്രാർത്ഥനയോടിരുന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നിവിടെ പ്രവർത്തിക്കുവാൻ പോവാം. എന്നോട് കർത്താവ് എന്തൊക്കെ പറയുന്നു അതൊക്കെ ഞാൻ അങ്ങ് പറയും. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം. ഈ തിരുവനന്തപുരത്തിന് ഒരു വലിയ സുനാമി പോലെ ഒന്ന് സംഭവിക്കാൻ പോവാ. പേടിയാവുന്നു. ഞാനും പേടിച്ചു. ഇന്നലെ രാത്രി ഞാൻ വളരെ പേടിച്ചു. ഞാൻ വളരെ ഒരു ആശംസ പ്രസംഗത്തോടുകൂടെ ഒരു കൊല്ലം കൊണ്ട് കർത്താവ് എന്നോട് പിന്മഴയെക്കുറിച്ച് മാത്രം പ്രസംഗിക്കണമെന്ന് പറയുക. അപ്പോൾ ഓരോ നാടുകളിലും വിദേശ രാജ്യങ്ങളിൽ എന്നെ കൊണ്ടുപോയി ദൈവം അത് പറയുകയും ദൈവദാസന്മാരോടാണ് അധികമായിട്ട് സംസാരിക്കാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകം 100-ൽ പരം പ്രാവശ്യം മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് വായിച്ച ഒരു വ്യക്തി. ഈ വിശുദ്ധ വേദപുസ്തകം 2 പ്രാവശ്യം രാപകൽ ഒന്നും ആഹാരം കഴിക്കാതെ ഒരു ഗുഹയ്ക്കകത്ത് ചെന്ന് 40 ദിവസം ഉപവാസത്തിൽ 2 പ്രാവശ്യം അങ്ങനെ ഈ വിശുദ്ധ വേദപുസ്തകം പഠിച്ചു. മറ്റുള്ള ബൈബിൾ കോളേജുകളെക്കാളും വേൾഡ് വൈഡ് സെറാംപൂർ കൽക്കട്ട ബൈബിൾ കോളേജിൽ നല്ല ഒരു പഠനം കഴിഞ്ഞവനാണ് ഞാൻ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് മധുരൈ കാമരാജർ യൂണിവേഴ്സിറ്റി. അതിനകത്ത് ഫിലോസഫി ആൻഡ് റിലീജിയൻ എന്നുള്ള സബ്ജക്റ്റിൽ അവാർഡ് വാങ്ങിച്ചു. ഇതൊക്കെ വാങ്ങിച്ചെങ്കിലും ആമേൻ ആമേൻ ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപയാൽ പ്രിയദാസൻ പ്രസാദിനറിയാം 3 ഡപ്പ നിറച്ച് മുട്ടിൻ്റെ തോല് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വരുമ്പോൾ ഒരു ആത്മാവിനെ കർത്താവ് എനിക്ക് തരുന്നുണ്ട്. എൻ്റെ മുട്ടിൽ നിന്നും വരുന്ന ചോര എന്ത് പ്രശ്നമായാലും ഞാൻ പ്രസംഗിക്കാം. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് നടക്കും. അതാണ് ഇത്രമാത്രം തടസ്സങ്ങൾ. എനിക്ക് പ്രസംഗിക്കാൻ പോലും വാക്ക് കിട്ടാത്ത തടസ്സങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം എന്നെ കൊണ്ടുവന്ന ദൗത്യം തീർച്ചയായിട്ടും ആമേൻ. അപ്പോൾ മുട്ടിൽ നിന്ന് വരുന്ന ഓരോ ചോര, ഒരു തുള്ളി ചോരയ്ക്ക് ഒരു മിഷണറിയെ തരുന്നുണ്ട്. ആമേൻ. മുട്ടിൽ നിന്നും വരുന്ന ഓരോ തോലിനും ഒരു ചർച്ച തരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് 1000 മിഷണറിയും
1000 സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ചർച്ചും 1 കോടി ആത്മാക്കളും ദൈവം എനിക്ക് തരാം. അതിൽ 10-1 ഭാഗം പോലും ആയില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ദൈവം പറഞ്ഞത് ചെയ്ത് നിറവേറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ തിരുവനന്തപുരം കടൽ കൊണ്ട് മൂടാൻ പോവുക എന്ന് നിങ്ങളടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എനിക്കും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. തിരുവനന്തപുരത്തെ ദൈവം കടൽ കൊണ്ട് മൂടുന്നത് കൊണ്ട് എനിക്കൊരു സന്തോഷവുമില്ല. എന്നാൽ ഈ തിരുവനന്തപുരം നിനിവയെ പോലെ മാറുവാനായിട്ട് എന്ന് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖ്യനെ കർത്താവ് സന്ദർശിക്കാം. വിശ്വസിക്കുന്നുണ്ടോ? ഞാനിവിടെ നോക്കിയപ്പം വന്നപ്പം എന്നെ കണ്ടപ്പം പാണ്ഡി എന്താണ് പ്രസംഗിക്കും, എനിക്ക് പേടിയാണ് ഇവിടെ വരാൻ. ആമേൻ. എന്നാൽ ഞാൻ സത്യം പറയുന്നു, യോനയ്ക്ക് പേടിയാ. നിനിവയ്ക്ക് പോകാനായിട്ട് യോനയ്ക്ക് പേടിയാ. കാര്യം നിനിവേലെ രാജാവ്, നിനിവേലെ ജനങ്ങളും ഈ യോനയെ, അവൻ്റെ സെബുലോൻ ഗോത്രത്തിലുള്ളതാണ് യോന, അവൻ്റെ സ്ഥലം ഗലിലേയാണ്. ഗലിലേയിൽ നിന്നും ഒരു നന്മയും വരത്തില്ല, ഒറ്റൊരു നന്മയും വരത്തില്ല. എല്ലാവർക്കും അറിയാം, അവിടുത്തെ രാജാവിനറിയാം. ഇവ അങ്ങോട്ട് ചെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവര് അത് സ്വീകരിക്കും. അതുകൊണ്ടാണ് നോഹ പറഞ്ഞ് എനിക്കങ്ങോട്ട് പോകേണ്ട ഇഷ്ടമില്ല. കർത്താവെ കൂലി കൊടുത്തായാലും തർശീസിലേക്ക് പോവാം. അനുസരണക്കേട് കാണിച്ചു നോഹയല്ല യോന. എന്നാൽ ദൈവം അനുസരണയുള്ള കടലിനെ പൊങ്ങുവാൻ അനുവദിച്ചു. മനുഷ്യൻ അനുസരിച്ചില്ല എങ്കിൽ കർത്താവ് അനുസരിക്കുന്നവനെ അനുസരിപ്പിക്കുവാൻ വയ്ക്കും. കടല് പറഞ്ഞതും മലയാളം പാതി മീതി നിങ്ങൾ പറയണം. എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തത് അങ്ങനെ നിർത്തും. കടല് പൊങ്ങി, അത് പൊങ്ങി എന്നുള്ളത് എനിക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്ന് ദൈവഭാഗത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന അർത്ഥമുള്ളതായിട്ട് മാറണം. ഇതിൻ്റെ ദൗത്യം, ഇതെന്തിനാണ് ദൈവം നിയമിച്ചോ അത് നിറവേറണം. ഒരുപാട് ഉപവാസ പ്രാർത്ഥന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യോന ദൈവവാക്ക് സ്വീകരിച്ചില്ലെങ്കിൽ മീന് സ്വീകരിച്ചു. മീന് കൃത്യസമയം വാതിറന്നു. കൃത്യസമയമായപ്പോൾ കൊണ്ടങ്ങ് കക്കി. എല്ലാം അനുസരിക്കും. നമ്മളാണ് അനുസരണക്കേട്. നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നത് എന്തെന്നറിയാമോ? നമുക്ക് കൂടുതൽ ബുദ്ധിയുണ്ട്. കൂടുതൽ ബുദ്ധിയുള്ളത് കൊണ്ടാണ് അനുസരണക്കേട് കാണിക്കുന്നത്. അവിടെ പോയാൽ അവരെന്ത് ചെയ്യും? ഇവിടെ പോയാൽ എന്ത് നടക്കും? അവിടെ പോയാൽ അവർ സ്വീകരിക്കുമോ? കേരളത്തിനകത്ത് ഞാൻ എന്തിനു പോകണം? 1-ന് 10 പ്രാവശ്യം വെയിറ്റ് ചെയ്യും പാസ്റ്റേ. ഞാൻ ഈ ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ ഇരിക്കേണ്ട ആളാണ്. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഡേറ്റ് തരും. ഞാൻ കേരളം എന്ന് പറയുമ്പോൾ അപ്പൊ ദൈവം പറഞ്ഞു നീ പൊക്കോ, ഞാൻ അവരോട് സംസാരിക്കും. ആമേൻ, ആമേൻ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കർത്താവ് പറയുന്നു,
ലോത്തും അവൻ്റെ കുടുംബവും സോദോം കുമാര അളിയും. എന്നാൽ കർത്താവ് പറഞ്ഞു, 10 പേരുണ്ടെങ്കിൽ അളിക്കത്തില്ല. ആമേൻ. 10 പേരുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ പറയണം. ആമേൻ. എനിക്കറിയാവുന്നത് ഞാൻ പറയും, ബാക്കി നിങ്ങൾ പറയണം. ആമേൻ. 10 പേരുണ്ടെങ്കിൽ, ഇവിടെ 10 അല്ല, 10 മടങ്ങുണ്ട്. അറ്റ്ലീസ്റ്റ് 100 പേര് കാണത്തില്ലയോ? കൂടുതലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ടിറങ്ങി പ്രവർത്തിക്കും. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഈ കൊച്ചു കേരളത്തിനകത്ത് ഒരു വലിയ ഉണർവ് ദൈവം ഉണ്ടാക്കും. ആമേൻ. ആമേൻ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലരുടെ ഹൃദയത്തിനകത്ത് കർത്താവ് സംസാരിക്കും. ഒരു വലിയ ഉണർവ് ദൈവം നൽകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഉള്ള താല്പര്യം എന്തെന്നറിയാമോ? എല്ലാവർക്കും അറിയാം. ഒറ്റ മനുഷ്യരും നശിച്ചു പോകരുത്. ഒറ്റ മനുഷ്യരും നശിച്ചു പോകരുത്. അപ്പൊ ഒരുത്തരും നശിച്ചു പോകാതിരിക്കുവാൻ നമ്മളെ ദൈവം പ്രേരണ തരുന്നുണ്ട്. ഞാൻ ഇവിടെ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയ സമയം കൊണ്ട് ലോകമെങ്കും എത്ര പേര് മരിച്ചിരിക്കും? അറ്റ്ലീസ്റ്റ് 1000 പേരെങ്കിലും മരിച്ചിരിക്കും. ഈ 1000 പേരിൽ എത്ര പേർ സ്വർഗരാജ്യം പോയിരിക്കും? ഞാൻ സാക്ഷാൽ പറയുന്നു, രാവിലെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ മരിച്ചുപോയി. ഞാൻ രാവിലെ അവിടെ ചെന്ന് പ്രസംഗിച്ചു. നാളെയാണ് അടക്കം, ഇന്നിവിടുത്തെ മീറ്റിംഗ്. ആമേൻ. അനുസരണമുള്ളവർ. ആമേൻ. നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? പാസ്റ്ററെ അതൊക്കെ അങ്ങ് നിർത്ത്, അടക്കം നടത്ത്. അവർ പറഞ്ഞില്ല, പാസ്റ്റർ പ്രസംഗിച്ചിട്ട് വാ, പാസ്റ്റർ അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ട് വാ. എനിക്ക് വളരെ ഉറപ്പുണ്ട് ആ ദേവദാസൻ സ്വർഗത്തിലിരിക്കുക. ഞങ്ങളുടെ അപ്പനമ്മയ്ക്ക് 10 മക്കളാണ്. വലിയച്ഛന് വെറും 11 മക്കള്. നിങ്ങൾ വേറെ ഏതോ ലോകത്തിലിരിക്കുന്നു. ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കൊച്ചച്ഛന് വെറും 9 മക്കള്. ഞങ്ങളങ്ങനെ മൊത്തം 30 മക്കള്. കൃപയാൽ ഇന്ന് വരെ സ്വത്ത് ശണ്ടയില്ല. ഞങ്ങളുടെ സ്വത്ത് പരിപാലിക്കുവാൻ ഗവൺമെൻറ് ലൈസൻസ് ഗണ്ണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കണം എത്രമാത്രം സ്വത്തുണ്ടായിരിക്കും. ആമേൻ. എങ്ങനെയാ? അതാണ് ദൈവത്തിൻ്റെ കൃപ. ആമേൻ. ഹല്ലേലൂയ. അപ്പം എൻ്റെ പപ്പ മരിക്കുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് വടക്കേ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ദൈവം എന്നെ വിളിച്ചു. ഞാൻ പോകാനായിട്ട് എയർപോർട്ടിൽ വരുവാനായിട്ട് ട്രിവാൻഡ്രം വരുമ്പോൾ ഓൺ ദ വേയിൽ പപ്പയെ ഒന്ന് നോക്കിയിട്ട്, പപ്പയും അമ്മയും വയസ്സായിരിക്കുകയാണല്ലോ, അവരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, മക്കളെ, എൻ്റെ പപ്പയ്ക്ക് ഞാനാണ് സ്നാനം കൊടുത്തത്. അവർ CSക്കാരാണ്. പെട്ടെന്നൊന്നും സ്നാനം എടുക്കത്തില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ സ്നാനം കൊടുത്തു. എൻ്റെ അപ്പൂപ്പന് ഞാൻ സ്നാനം കൊടുത്തു.
കർത്താവ് എന്നോട് പറഞ്ഞു, ലോകത്തിൽ ആർക്കും ചെയ്യാത്തതൊക്കെ ചെയ്യും. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളിന്ന് വിശ്വസ്തയോടെ ഇരിക്കുകയാണെങ്കിൽ ലോകത്തിൽ ആർക്കും ചെയ്യാത്തത്, ആരെ കൊണ്ട് ചെയ്യാത്തത് നിങ്ങളെ കൊണ്ട് ചെയ്യും. ആമേൻ. നിങ്ങളെ കൊണ്ട് ചെയ്യും. അതിനാണ് ദൈവം നിങ്ങളിവിടെ വച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ പപ്പ പറഞ്ഞു, മക്കളെ, എനിക്ക് 3 ദിവസത്തിനകത്ത് ഞാൻ മരിക്കും. എൻ്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ മോൻ മരിക്കുമ്പോൾ എന്നോടിരിക്കണം. പപ്പയുടെ ആഗ്രഹം മക്കൾ നിവൃത്തി ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, എനിക്കതിലൊന്നും കുഴപ്പമില്ല. പപ്പ മരിച്ചാൽ എവിടെ പോകും? ഒരു സുപ്രഭാതത്തെ മദ്യപാനിയായിരുന്നു. ചർച്ചിലെ സെക്രട്ടറിയാണ്. സീക്രട്ടായിട്ട് സിഗരറ്റ് അടിക്കും, വീട്ടിനകത്ത് മദ്യപിക്കും. ലോകത്തിൽ പ്രസിഡൻ്റാണ്, മാന്യനാണ്. വീട്ടിനകത്ത് പപ്പ ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ ഒരു ദിവസം പപ്പ മരിക്കുമ്പോൾ ബിഷപ്പ് വരും, മോഡറേറ്ററും വരും. എൻ്റെ അണ്ണൻ CSയിലൊരു വലിയ ബിഷപ്പ് ഗാഡറിലിരിക്കും. ഞാൻ പറഞ്ഞു, അവരൊക്കെ വരും. അവരൊക്കെ വന്ന പപ്പയെക്കുറിച്ച് എന്ത് പ്രസംഗിക്കുമെന്നറിയാമോ? ഈ മനുഷ്യൻ്റെ ആത്മാവ് സ്വർഗത്തിൽ ഇളയിപ്പാറുന്നു എന്ന് പറയും. ഞാൻ പറയും, പോയിട്ടില്ല എന്ന് പറയും. അവരൊക്കെ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ പറയും, എൻ്റെ പപ്പ സ്വർഗത്തിൽ പോയിട്ടില്ല എന്ന്. എൻ്റെ പപ്പയെക്കുറിച്ച് വെളിയിൽ മാന്യനാണ്. നിങ്ങളൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ്. ഞങ്ങളെ അങ്ങനെയൊക്കെ എന്തോ പറയുവാനായിട്ടാണ് ഇവൻ വന്നിരിക്കുന്നു. അങ്ങനെ തന്നെ ഞാൻ പറയും. എൻ്റെ പപ്പ കരഞ്ഞു. ഞാൻ പറഞ്ഞു, കരഞ്ഞൊന്നും കാര്യമില്ല, വീണ്ടും ജനിക്കണം. ദൈവത്തോട് കരഞ്ഞ പാപം ഏറ്റു പറയണം. പപ്പ വീണ്ടും കരഞ്ഞു. മക്കളെ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറയത്തന്നെ ചെയ്യും. പെന്തക്കോസ്തുകാരൻ പറഞ്ഞാലും പറയും. അടക്കാരാധന നേരത്തിൽ ബാക്കി ആരും പറയത്തില്ല. പെന്തക്കോസ്തുകാരൻ എന്നെ മാത്രം പെന്തക്കോസ്തുകാരൻ എന്ന് വിളിക്കും. വളരെ സന്തോഷമാണ്. നിങ്ങളങ്ങനെ ഇരിക്കുന്ന സന്തോഷമില്ലയോ? നിങ്ങളെ ദൈവമക്കളെന്ന് വിളിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലയോ? എന്ന് തൊട്ട് നിങ്ങളെ വിളിക്കും. ആമേൻ. നിങ്ങൾ ദൈവമക്കളെന്ന് എല്ലാവരും പറയണം. നിങ്ങളെ വീട്ടുകാർ പറയണം. എൻ്റെ അപ്പ അന്ന് കരഞ്ഞു. ഉടൻ തന്നെ സ്നാനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ഒറ്റ വാക്കാണ്. ആമേൻ. എൻ്റെ കല്യാണത്തിന് എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പെ പെന്തക്കോസ്തുകാരൻ്റെ കല്യാണം, ഇന്ന് ഈ പന്തൽ ഞാൻ തീ കൊടുക്കുമെന്ന് സൈക്കിൾ ടയറിന് തീ വെച്ച് കൊണ്ടുവന്ന് പന്തൽ കൊളുത്താമെന്ന ആളാ. ആ വ്യക്തിക്ക് ഞാൻ സ്നാനം കൊടുത്തു. ആരൊക്കെ കൊള്ളരുതാത്തവരോ അവരെയൊക്കെ എന്ന് തൊട്ട് ദൈവം നിങ്ങളുടെ പക്കൽ കൊണ്ടുവരും. എൻ്റെ പപ്പ അവസാനത്ത് പറയാണ്, മോനെ, നീ 3 ദിവസം എവിടെയും പോകരുത്, എൻ്റെ അടുത്തിരിക്കണം. ഞാൻ മരിക്കുമ്പം നീ കൂടെ ഉണ്ടായിരിക്കണം. നീ എന്നെ അടക്കം ചെയ്യണം. ശരി പപ്പ, ശരി പപ്പ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പപ്പ ഇന്ന് മരിച്ചാൽ എവിടെ പോകും? അത് സ്വർഗത്ത് പോകും. അത് മതി എനിക്ക്. ഞാൻ ഇന്ന് വടക്കേ ഇന്ത്യക്ക് പോകാതിരുന്നാൽ പലർ പാതാള നരകം പോകുന്നു. ആമേ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഇറങ്ങി വന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ പോയില്ലെങ്കിൽ പലരും പാതാളം പോകും. പപ്പയോട് ചോദിച്ചു, ഞാൻ പപ്പയോട് ഇരിക്കണോ, ഞാൻ പോകണോ? പപ്പ പറഞ്ഞു, പോയിക്കോ. ആമേൻ, ആമേൻ. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ പപ്പയെ ഏൽപ്പിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയി. ആ ഒറ്റ പ്രാവശ്യം 150 പേർ സ്നാനമെടുത്തു. 15 ദിവസം ദൈവവേല കഴിഞ്ഞ്
വീട്ടിൽ വന്നു. അന്ന് പപ്പ മരിച്ചു. എൻ്റെ പപ്പയാണ് എനിക്ക് വലുത്. എനിക്ക് മറ്റെല്ലാവരെക്കാളും ജന്മം തന്ന പപ്പ വലുതാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ 150 പേരെ എനിക്ക് നേടാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ നേടാൻ പോയപ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവിടെ ആത്മാക്കളെ തന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കൊണ്ട് അനേകരെ ദൈവം സന്ദർശിക്കുവാൻ പോകുക. അതിനാണ് എന്നെ കൊണ്ടുവന്നത്. തീ പോലെ പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾ കേട്ട് 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 മടുത്തു പോയിരിക്കുവാണ്. ഇന്ന് ദൈവത്തിൻ്റെ തേജസ് ഇവിടെ ദൈവം പ്രത്യക്ഷമായിട്ട് കൊണ്ടുവന്നു. ചാകുന്നതിന് മുമ്പേ പറഞ്ഞാട്ടെ, ചാകുന്നതിന് മുമ്പേ എനിക്ക് മുട്ടിൽ നടക്കാനാണ് ആഗ്രഹം. പ്രസംഗിക്കുമ്പോൾ ദൗത്യത്തോടെ കൊണ്ടുവന്നിരിക്കുവാണ്. ഇവിടെ കത്തുന്ന തീ, ഇന്ന് കത്തുന്ന തീ, അത് കേരളം ഒട്ടാകെ പറ്റിപ്പിടിക്കും. നിങ്ങൾ തന്നെ ആത്മാവിലായിക്കൊള്ളണം. ചാകുന്നതിന് മുമ്പ് എന്തെങ്കിലും സാധിക്കാതെ ചാകരുത്. ഞാൻ സൗദി അറേബ്യ ജയിലിലിരുന്നു. വേറെ തെറ്റൊന്നും ചെയ്തില്ല. യേശു ദൈവപുത്രനെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് പുറത്തു പറഞ്ഞ് അനേകർ ദൈവഭാഗത്തിൽ കൊണ്ടുവന്നു. പിടിപെട്ടു, ജയിലിനകത്ത് പോയി. അവിടെ പോയപ്പോഴും യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞു. ആമേൻ. എൻ്റെ പപ്പയും ടെന്നീസ് എംബയും ബന്ധുവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? വയസ്സായവർക്ക് അറിയാമായിരിക്കും. നാർക്കോയിൽ MB ടെന്നീസ് എൻ്റെ ബന്ധുവാണ്. ഞാൻ ജയിലിൽ തടവ്, ജയിലിനകത്ത് കിടക്കുക. പാർലമെൻറ്റിൽ MP റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ ജോൺ ക്രിസ്റ്റഫറിനെ വിടുതലാക്കണം. അപ്പം അവിടുത്തെ സൗദി ഗവൺമെൻറ് പറഞ്ഞു പറ്റത്തില്ല, മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തെന്നെങ്കിൽ ഇട്ടേക്കാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മാർക്കത്തെ ഞങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ച് പുച്ഛിച്ചു. ഞാനങ്ങനെ ഒന്നും ചെയ്തില്ല. അവരെന്നോട് ചോദിച്ചു, നിനക്ക് വേണമെങ്കിൽ ഇവിടെ വിസ തരാം, നീ കർത്താവിനൊന്ന് തള്ളി പറയണം, യേശു ദൈവപുത്രനല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, വിടുതലാക്കാം. ഞാൻ പറഞ്ഞു, യേശു ദൈവപുത്രൻ, എനിക്ക് വിടുതൽ വേണ്ട. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം 35-ാം വാക്യം, വേറെ ചിലർ മേന്മയായ ഉയർത്തെഴുന്നേറ്റ് ഉണ്ടാകാൻ വിടുതൽ പ്രാപിക്കുവാൻ സമ്മതിക്കാതെ വാദിക്കപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ ആളുകൾ എന്നോടൊപ്പം ജയിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളിടത്ത് പറഞ്ഞേനെങ്കിലേ ഞങ്ങളങ്ങ് പറഞ്ഞിട്ട് പോയേനെ. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ തള്ളി പറഞ്ഞ് എനിക്കൊരു ജീവിയം വേണ്ട. ആമേൻ, ആമേൻ. ഒരു രൂപാന്തരം നിങ്ങളിൽ ഉണ്ടാവും. അങ്ങനെ കുറച്ച് പേരെ രൂപാന്തരപ്പെടുത്തണം. അവരെ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട്, യഥാർത്ഥ ദൈവവേലക്കാരായിട്ട്. അപ്പോൾ നിങ്ങളാരും ദൈവവേലക്കാരല്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ദൈവവേലക്കാരാണ്. എന്നാൽ ഈ 1 വർഷം കൊണ്ട് ദൈവം എന്നോടിങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇത്രമാത്രം വൈരാഗ്യം കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് അറിയാമോ? 2020-ാം ആണ്ട് കൊറോണയ്ക്ക് മുമ്പ് പെട്ടെന്ന് ഏപ്രിൽ മാസം 4-ാം തീയതി, എല്ലാം നോട്ട് ചെയ്തോളും, ഞാനും എൻ്റെ ഭാര്യ മക്കളും കിടന്നുറങ്ങിയപ്പോൾ സ്വർഗത്തിലൊരു ശബ്ദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, കാകള ശബ്ദം, ദേവശബ്ദം. മലയാളത്തിൽ ഇങ്ങനെയെന്നറിയില്ല, ആരവാര ശബ്ദം.
പ്രധാന ദൂതന്റെ ശബ്ദം, ദേവയെക്കാള ശബ്ദം പെട്ടെന്നുണ്ടായി. എൻ്റെ കണ്ണ് തുറന്നു. പടിഞ്ഞാറിൽ നിന്നും നോർത്തിൽ നിന്നും ഈസ്റ്റ് കിഴക്ക് നോക്കി കർത്താവ് മധ്യവാനിൽ നടക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഞാൻ കൈവിടപ്പെട്ടു. എൻ്റെ ഭാര്യ, 2 മക്കൾ. മൂത്ത മോൻ ഇവിടെ ഉണ്ട്, കുമ്പനാട് IPC ഇന്ത്യൻ ബൈബിൾ കോളേജിൽ പഠനം കഴിഞ്ഞ് നിൽക്കുക. അവനും കൈവിടപ്പെട്ടു, ഞാനും കൈവിടപ്പെട്ടു, ഭാര്യ, 2 മക്കൾ കൈവിട്ടു. അപ്പം അത്ര ദിവസവും ഞാൻ ചെയ്ത ഊഴിയം അട്ടൂളിയം എന്ന് പറഞ്ഞാൽ എന്തായി? ആരും കേൾക്കുന്നില്ലേ? തമിഴിൽ അട്ടൂളിയം, മലയാളത്തിൽ എന്തോന്നാണ്? വ്യാജ ഊഴിയം, കള്ള ഊഴിയം. പറഞ്ഞാട്ട സത്തമുയർത്തി. കർത്താവിൻ്റെ വരകിൽ ഞാൻ കൈവിടപ്പെട്ടുവെങ്കിൽ ഞാൻ ചെയ്ത ഊഴിയം കള്ള ഊഴിയം. കരഞ്ഞു. ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ തോന്നി. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവോട് ചോദിച്ചു, ഈ കൃപയുടെ കാലത്ത്, ഈ പ്രശ്നമില്ലാത്ത കാലത്ത് ദൈവവേല ചെയ്ത് ഞാൻ കൈവിട്ടപ്പെട്ടുവെങ്കിൽ ഇനി ഉപദ്രവ കാലത്തിൽ എങ്ങനെ ഊഴിയം ചെയ്യും? ഈ കൃപയുടെ കാലത്ത് നിങ്ങൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ, കൈവിടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഉപദ്രവ കാലത്തിൽ നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞു നിർത്തിയത് കൊണ്ട് സന്തോഷം. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ പ്രസംഗം ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയട്ടോ, 33 കൊല്ലം പ്രസംഗ കൊതിയനാണ് ഞാൻ. ബൈബിളിനകത്ത് എന്തൊക്കെ എന്തിനാണ് എഴുതിയിരിക്കുന്നു എന്നുള്ളത് ഒരുവിധം എനിക്കറിയാം. ആമേൻ. പ്രസംഗത്തിലെ ഒരു ദിവസം 3 പ്രസംഗമെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് തൃപ്തിയില്ല. ആമേൻ. എന്നാൽ 1 കൊല്ലം കൊണ്ട് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. എന്നാൽ ഒരു 32 കൊല്ലം ചെയ്ത ഊഴിയത്തിനേക്കാളും ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ കാണും. എനിക്കിഷ്ടമായിട്ട് തോന്നുന്നതല്ല ഊഴിയം, ദൈവ ഇഷ്ടം ഞാൻ ചെയ്യുന്ന ഏൽപ്പിച്ചു. എൻ്റെ സംഘടനയുടെ ഇഷ്ടമല്ല, ദൈവ ഇഷ്ടം. സംഘടനയെ ഞാൻ കുറച്ച് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ പിന്മളയെ മാത്രം പറഞ്ഞാൽ മതിയോ? എല്ലാം ദൈവം സംസാരിക്കും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നമ്മെ നടത്തും. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യണം. എന്നെ കൈവിട്ടപ്പോൾ ഞാൻ കരഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദർശനമാണോ സ്വപ്നമാണോ? അല്ല, യഥാർത്ഥമാണ്. പറഞ്ഞാട്ടെ, യഥാർത്ഥം. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കർത്താവ് മധ്യവാനിൽ നടക്കുന്നത്, ആ സൗന്ദര്യം, ആ വെളിച്ചം ആർക്കും വർണ്ണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ കൈവിടപ്പെട്ടു. കണ്ണുനീരും വേർപ്പും തലയിൽ നിന്നും തണ്ണീരും വടിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞിങ്ങനെ ചോദിച്ചു, പറ്റത്തില്ലേ ദൈവമേ? ഈ കാലത്തിൽ ദൈവവേല ചെയ്ത് അവിടെ ഇരിക്കുന്നവരൊക്കെ പാസ്റ്റർ ഇവിടെ മാത്രം നോക്കി, ഇവിടെ മാത്രം നടന്ന് പ്രസംഗിക്കുന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉണർന്നിരിക്കുന്നുവല്ലോ.
ആമേൻ. ദൈവം ഇന്ന് വലിയവ ചെയ്യും. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടും. രോഗശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരത്തില്ല. കർത്താവ് നിങ്ങളെ വിടുതലാക്കും. എൻ്റെ ദൈവം വിടുതലാക്കും. എൻ്റെ ദൈവം ഇന്ന് അത്ഭുത പ്രവൃത്തി ഇവിടെ ചെയ്യും. ഓരോ വ്യക്തി ജീവിതങ്ങളോട് കർത്താവ് സംസാരിക്കും. ഞാനപ്പോൾ കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇനി കാലം ചെല്ലത്തില്ല, ഞാൻ പെട്ടെന്ന് വരും. തമിഴിൽ വളരെ വ്യക്തമായിട്ട്, ഭയപ്പെടാതെ ഇതോ ശീഘ്രമായി വരുகிறേ, ഇനി കാലം ചെല്ലാതെ. അന്ന് തൊട്ട് എൻ്റെ പ്രസംഗ ശൈലി മാറി. നമ്മൾ മാറണം. നമ്മുടെ ഇഷ്ടം പ്രസംഗിക്കുന്നതല്ല ദൈവ ഇഷ്ടം. ദൈവ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. എന്നാൽ സൗദി അറേബ്യയിൽ ഇരുട്ടറയ്ക്കകത്ത് മരണ പര്യന്തം ആ ഇരുട്ടറയ്ക്കകത്ത് അടച്ചു വയ്ക്കാനുള്ള ആ ഇതിൽ ഞാനിരുന്നു. ഞാനൊരു കത്തെഴുതി. അവിടെ നിന്ന് ആരെങ്കിലും ഇന്ത്യക്ക് റിലീസായി പോകുന്നവരടുത്ത് കത്തെഴുതി കൊടുക്കാനായിട്ടുള്ള അനുവാദം കിട്ടി. കത്തെഴുതി. എനിക്ക് നിങ്ങളെല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട്. ആമേൻ. പക്ഷേ നിങ്ങൾക്കും എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റത്തില്ല. ജീവപര്യന്തം ഞാൻ ഈ ജയിലിനകത്താണ്. കഠിന തടവ്. എന്നാൽ വന്ന് നിങ്ങളെല്ലാവരും സ്നാനപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്വർഗത്തിൽ വരണം. അവിടെ നമുക്ക് കാണാം. നിന്നെ നീ എനിക്ക് വേണ്ടി എന്നെ തള്ളിപ്പറഞ്ഞാത്തത് കൊണ്ട് ആമേൻ. ആരൊക്കെ കർത്താവ് ദൈവപുത്രനെന്ന് ഹൃദയം നിറഞ്ഞ് സംസാരിച്ചാട്ടെ. ഹൃദയം നിറഞ്ഞ് ആരൊക്കെ ദൈവത്തെ സ്നേഹിച്ച് മുഴു ഹൃദയത്തോടെ, മുഴു ആത്മാവോടെ, മുഴു ബലത്തോടെ ദൈവത്തെ സ്നേഹിച്ച് കർത്താവാണ് സാക്ഷാൽ ദൈവപുത്രൻ എന്ന് പറയുന്നവരെ ഒരിക്കലും ദൈവം പാതാള ഗോപുരം മേற்കൊള്ളാൻ വിടത്തില്ല. ഇന്ത്യൻ ഗവൺമെന്റിനെ കൊണ്ട് എന്നെ വിടുതലാക്കുവാൻ പറ്റിയില്ല. സൗദി ഗവൺമെന്റ് എനിക്ക് വിടുതല തരുവാൻ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവിടുത്തെ രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. പിറന്നാളിന് ഉറക്കം നഷ്ടപ്പെടുത്തി. ഈ സൗദി അറേബ്യക്കകത്ത് ഏതെങ്കിലും ഒരു നിരപരാധി ജയിലിനകത്ത് കിടക്കുകയാണെങ്കിൽ ഒറ്റ വ്യക്തിക്ക് വേണ്ടി എല്ലാവരുടെ പേരും നറുക്കെടുപ്പ്. അങ്ങനെ തന്നെയോ? തമിഴിൽ വേറെയാണ്, ഇവിടെ നറുക്കെടുപ്പാണ്. എല്ലാവരുടെയും പേരിട്ട് നറുക്കെടുത്തപ്പോൾ എൻ്റെ പേര്. ജയിലിനകത്ത് ഞാൻ പ്രസംഗിച്ചില്ല. ആമേൻ. ഞാൻ പ്രസംഗിച്ചില്ല. എന്നാൽ അകത്തിരിക്കുന്ന അത്തര പേര് പറഞ്ഞു, സാക്ഷാൽ ക്രിസ്തു ദൈവപുത്രൻ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ പ്രസംഗമല്ല പറഞ്ഞാട്ടെ. ഞങ്ങളുടെ പ്രസംഗമല്ല. കർത്താവിനെ ജീവിതകാലത്ത് മരിക്കുന്നതിന് മുമ്പ് തെളിയിക്കണം. പറഞ്ഞാട്ടെ, ചാകുന്നതിന് മുമ്പ് കർത്താവ് ജീവിച്ചിരിക്കുന്നെന്ന് തെളിയിക്കാതെ ഞാൻ ചാകരുത്. കേൾക്കുന്നുണ്ടോ? മനസ്സിനകത്ത് ഏറ്റെടുക്കുന്നുണ്ടോ? ദൈവത്തോട് സ്തോത്രം പറയുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ രാത്രിക്കകത്ത് എൻ്റെ കർത്താവ് ഈ തിരുവനന്തപുരത്തിനകത്ത്, ഈ കേരളത്തിനകത്ത്
ഒരു കോളലക്കം കർത്താവ് സൃഷ്ടിക്കാതെ, കർത്താവിന്റെ പട്ടയം രക്തം ചിന്താതെ തിരിച്ചു മടക്കത്തില്ല. ദൈവം എന്നെ കൊണ്ടുവന്ന ദൗത്യം നിറവേറ്റും. ആമേൻ, ആമേൻ. നമ്മുടെ പ്രസംഗം കൊണ്ടൊന്നും ആമേൻ പറഞ്ഞാട്ടെ, ചാകുന്നതിന് മുമ്പ് അപ്പച്ചൻ പറഞ്ഞാട്ടെ, ചാകുന്നതിന് മുമ്പ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ, പറയുവാനുണ്ടാകാതെ ഞാൻ ചാകരുത്. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ എത്രയോ പേർ മരിച്ചുപോയി. പറഞ്ഞാട്ടെ, മരിച്ചുപോയോ ഇല്ലയോ? എല്ലാവരും സ്വർഗം പോയോ? കർത്താവേ, ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എത്രയോ പേർ മരിച്ചുപോയി. അവരെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നെക്കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ദൈവം എൻ്റെ അടുത്ത് കണക്ക് ചോദിക്കും. ഞാൻ അക്കൗണ്ടബിൾ പേഴ്സണാണ്. ദൈവം എന്നോട് കണക്ക് ചോദിക്കും. കുറ്റം എൻ്റെ മുകളിൽ വരരുത്. രക്തപ്പഴി, തമിഴിൽ രക്തപ്പഴി എൻ്റെ മുകളിൽ സുമത്തരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പോയത് പോട്ടെ, പറയട്ടെ, പോയത് പോട്ടെ, പോകാൻ വിടാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവ് ഉദ്ദേശിച്ചാൽ നോഹയുടെ കാലത്ത് കീഴ്പ്പടിയാத ജനങ്ങൾ, அழிவிலிருந்த ஜனங்களுக்கு, காவலில் இருந்த ஆவிகளுக்கு கர்த்தர் பிரசங்கித்தார். നോഹയുടെ കാലത്ത് പെട്ടകം പണിഞ്ഞപ്പോൾ അനുസരണക്കേട് കാണിച്ചവരൊക്കെ പോയി. എന്നാൽ കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ട് അവർക്ക് പ്രസംഗിക്കാനായിട്ട് മരിച്ച് അവർക്ക് വേണ്ടി പ്രസംഗിച്ചു. എൻ്റെ കർത്താവിന് 1000 സംവത്സരം ഒരു നാള്. ആമേൻ. കർത്താവ് സംസാരിക്കും. നിങ്ങൾ പറയണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വന്ന കാലം തൊട്ട് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് 13 വയസ്സിന് ശേഷം, ഹല്ലേലൂയ, ആരൊക്കെ മരിച്ചുപോയോ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കർത്താവിനെ പാതാളത്തിൽ നിന്നും കയറ്റുവാൻ ശക്തനാണ്. കർത്താവ് കയറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ? ആർക്കൊക്കെ വെറുപ്പുണ്ട്? മരിച്ചുപോയവരെ അവിടെ നിന്ന് അങ്ങോട്ടും വരാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം ഉദ്ദേശിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും. ശരി, പോയത് പോട്ട്, വരുന്നോ വരുന്നില്ലയോ അതല്ല വിഷയം. നിങ്ങളിപ്പോൾ മണ്ടയൊന്നും പടയ്ക്കണ്ട, ചിന്തിച്ച് പൊണ്ണാക്കണ്ട. ഇനിയുള്ളത് നോക്കാം. കർത്താവേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ പാതാളം പോകാതെ സ്വർഗലോകം പോകാൻ എന്തെങ്കിലും ഒരു പദ്ധതി എനിക്ക് ഒന്ന് ഒരുക്കി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറഞ്ഞാട്ടെ, ചാകുന്നതിന് മുമ്പേ. നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ ഞാൻ ആമേൻ പറയും. ഇനി എങ്ങനെയെങ്കിലും ഒരു 20 നിമിഷം അങ്ങനെ ഓട്ടിയിട്ട് ആമേൻ, ഒരു 20 മിനിറ്റ്സ് എങ്ങനെയെങ്കിലും ഇങ്ങനെ കഥ പറഞ്ഞ് നിർത്തും. ഞാൻ കഥ പറയണമോ? വേണ്ട, യഥാർത്ഥം പറയണം, സത്യം പറയണം. ആമേൻ. നിങ്ങൾ വിടുതലാകണം, നിങ്ങളുടെ വീട്ടുകാർ വിടുതലാകും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഇന്ന് വിടുതലാകും. ഇന്ന് വിടുതലിൻ്റെ ദിവസമാണ്. നിങ്ങളുടെ ചർച്ചക്കാർ വിടുതലാകും. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. അതിനൊന്നും വലിയൊന്നും വില ഒന്നും കൊടുക്കണ്ടല്ലോ. നമുക്ക് തമ്മിൽ ഇതുവരെ വസ്തു പ്രശ്നമൊന്നും ഇല്ലയേ. നമുക്ക് തമ്മിൽ സ്വത്തിൻ്റെ പ്രശ്നം, പ്രോപ്പർട്ടി പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ വിരോധമൊന്നുമില്ലല്ലോ. സ്തോത്രം പറയാമല്ലോ. സ്തോത്രത്തിൽ പെരുകണമേ. സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വീര്യ പ്രവൃത്തി. ഞാൻ കർത്താവോട് ചോദിച്ചത്, ദൈവമേ, ഞാനിങ്ങനെ പിച്ചും ഭ്രാന്തും പറഞ്ഞോണ്ട് നടക്കാനാണോ എന്നെ ദൈവവേലയ്ക്ക് വിളിച്ചത്? ഞാൻ വചനം പ്രസംഗിച്ചാട്ടെ. എനിക്ക് വചനം പ്രസംഗിക്കുന്നതാണ് ആഗ്രഹം. എൻ്റെ ദൈവം പറഞ്ഞ് എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ആഗ്രഹം. അപ്പം വചനം വേണ്ടയോ? ഞാൻ വചനത്തിലല്ലാതെ ഒറ്റ കാര്യം സംസാരിക്കത്തില്ല.
ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കണം, ആമേൻ, വചനപ്രകാരമാണോ സംസാരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കരയണം, കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാളുന്ന ജനങ്ങൾ പാതാള നരകം പോകാൻ അനുവദിക്കല്ലേ. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കണ്ണീർ വിടാൻ പറ്റും. കരമുയർത്തി ദൈവമേ, ഉയരത്തില്ല. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരിങ്ങനെ ഈ കയ്യിലിടുന്നില്ല, എൻ്റെ പേര് കാപ്പല്ലേ, പാസ്റ്റർ കണ്ട് എല്ലാവരുടെ മുമ്പിൽ ചെയറിൻ്റെ മുമ്പിൽ ഒരു കാപ്പ് കെട്ടി നൂല് കെട്ടി നല്ല പ്ലാസ്റ്റിക് സ്ട്രോങ് നൂല് കെട്ടി ഇങ്ങനെ വെച്ചിരിക്കും. അവർ ചർച്ചിനകത്ത് വന്നതും വലക്കരമങ്ങ് കാപ്പിനകത്തിടും. ഞാൻ അവരുടെ അടുത്ത് വേറെ ഒന്നും പറയത്തില്ല, എല്ലാവരുടെ നൂലും കപ്പി. ഇവിടുത്തെ കപ്പിയാണോ വെള്ളം വലിക്കുന്നത്? അതൊന്നും ഇപ്പം ആർക്കും അറിയത്തില്ലല്ലോ. ആ കപ്പിയാ പറഞ്ഞു കൊടുക്കണം. ആ കപ്പിയിലിട്ട് നൂലിങ്ങനെ വെച്ചിരിക്കും. ആരെങ്കിലും കൈ വയറ്റിയില്ലെങ്കിൽ ഞാനിങ്ങനെ ഈ കയറിങ്ങനെ പിടിക്കും, എല്ലാവരുടെ കൈയും പൊങ്ങും. ഞാനിവിടെ കാണുന്നുണ്ട്, വിശ്വാസ കണ്ണുകളാൽ നിങ്ങളുടെ കൈയും പൊങ്ങുന്നുണ്ട്, നിങ്ങളുടെ വദരവും വായും സംസാരിക്കുന്നുണ്ട്. ആട് വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ കണ്ടാൽ എന്തുവാ? ആട് കുളമേയുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണണം. നിങ്ങൾ ആട് പുല്ലും വെള്ളവും കുളയും മേയുമ്പോൾ ബാലാട്ടും. അതുപോലെ ദൈവമക്കൾ വചനം കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ആടണം. പേയാട്ടമാടരുത്, ആത്മാവിൽ ചലിക്കണം. പറഞ്ഞാട്ടെ, ആത്മാവിൽ ചലിക്കണം, ആത്മാവിൽ ചലിക്കണം, ചലിക്കണം. നിങ്ങളുടെ വയസ്സൊരു കാര്യമല്ല, നിങ്ങളുടെ മിടുക്കൊരു കാര്യമല്ല, നിങ്ങളുടെ പഠനം ഒരു കാര്യമല്ല. നിങ്ങളോട് ദൈവമുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് ദൈവം അധിവസിക്കുന്നുവെങ്കിൽ അത്ഭുത പ്രവർത്തികൾ നടന്നേ തീരത്തുള്ളൂ. ഇതുപോരാ, ഇതുപോരാ. പരിശുദ്ധാത്മാവിന്റെ വീര്യ പ്രവൃത്തി. ആമേൻ. ഇന്ന് ദൈവമേ, എൻ്റെ ജീവിതത്തകത്ത് ഞാൻ വാഴുന്ന ഈ കാലഘട്ടത്ത്, എൻ്റെ ആയുഷ്കാലത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു വീര്യ പ്രവൃത്തി ഞാൻ കാണണം. എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ കാണണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ പ്രസംഗം കൊണ്ടൊന്നും നടക്കുന്നില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവം പ്രവർത്തിക്കണമേ. ദൈവത്തിൻ്റെ തേജസ് ഇന്ന് ഇവിടെ പ്രകാശിക്കും. ഒരു വലിയ കൊയ്ത്ത് ദൈവം തരും. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറോണ മാസ്ക്, ക്വാറന്റൈൻ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചു. അറിയാത്തവരൊക്കെ ആമേൻ പറഞ്ഞാട്ടെ. എല്ലാവർക്കും അറിയാം. കൊറോണയ്ക്കൊക്കെ മുമ്പ് ഞങ്ങളൊക്കെ ടി വിയിൽ കൂടെ കൺവെൻഷനിൽ ലക്ഷങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവിനാൽ അസാധ്യം ഒന്നും ഇല്ല, എൻ്റെ ദൈവത്തിൻ്റെ അടിപ്പിണര് കൊണ്ട് സൗഖ്യമാകാത്ത രോഗം ഇല്ല, ഗാൽവരിയുടെ രക്തം കൊണ്ട് ഏത് മാരക രോഗവും സുഖമാകും, ഏത് വൈറസും കർത്താവിൻ്റെ രക്തത്തിന് മുമ്പ് നിൽക്കത്തില്ല, വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ മുമ്പിൽ ഏത് രോഗവും നിൽക്കത്തില്ല എന്ന് ഞാൻ പ്രസംഗിച്ചു.
നിങ്ങൾ കേട്ടില്ല, ഞാൻ പ്രസംഗിച്ചു. പക്ഷെ കൊറോണ വന്നപ്പോൾ ഞാനങ്ങ് ക്ഷയിച്ചു. കർത്താവേ, അപ്പോൾ എനിക്ക് ഒരുപാട് വചനങ്ങൾ ഒരുപാട് പേരിൽ നിന്ന് ലഭിച്ചു. ഇപ്പോൾ എല്ലാവരും ഉറങ്ങുക, പതുങ്ങിയിരിക്കുക, അടച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾ തുറക്കരുത്, തുറക്കണ്ട. ആമേൻ. ഏതും തുറക്കരുത്. ചർച്ച് മാത്രമല്ല, എയർപോർട്ട്. ഞാനപ്പോൾ ഓമാനിലായിരുന്നു, മസ്കറ്റിൽ കർത്താവിൻ്റെ വേല മേടിച്ചിട്ട് ഇന്ന് രാത്രി പോയിക്കോണമെന്ന് പറഞ്ഞു ദൈവം. അന്ന് രാത്രി ഞാൻ പെട്ടിയെടുത്തു. ആമേൻ. 15 ദിവസം പ്രസംഗത്തിന് പോയ ഞാൻ 13-ാം ദിവസത്തിനകത്ത് പെട്ടിയെടുത്തിട്ട് വന്നു. ആമേൻ, ആമേൻ, ആമേൻ. മറുദിവസം എയർപോർട്ട് അടച്ചു, എല്ലാം അടച്ചു. അത് ഞാൻ നിങ്ങൾക്ക് പിരിച്ച് പറയേണ്ടതില്ല. ഇനി ഒരു 50 വർഷം കഴിഞ്ഞ് എൻ്റെ ഉയരുണ്ടെങ്കിൽ ഞാനിതൊക്കെ വിവരിച്ച് പറയേണ്ടത് വരും. അപ്പം ആർക്കും അത് വിവരിക്കേണ്ട ആവശ്യം. അപ്പോൾ എല്ലായിടത്തും എല്ലാം അടച്ചു. ചർച്ചും അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടയ്ക്കാൻ പറ്റത്തില്ല. അയ്യേ, വിഡ്ഢിത്തരം പറയുവാണോ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇത് ഈ രോഗം പകരുമെന്ന് അറിഞ്ഞില്ലേ? അറിയാം. ഈ രോഗത്തിനെ അതിന് വേറെ ഉന്മൂലനം ചെയ്യാൻ, അതിന് മലയാളത്തിൽ എന്തോന്നുക, നശിപ്പിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ രക്തത്തിന് കഴിവ് ഉണ്ട്. SP പറയുന്നു അടയ്ക്കണം, കലക്ടർ വന്ന് പറയുന്നു അടയ്ക്കണം, ഞാൻ പറയുന്നു അടയ്ക്കത്തില്ല. എന്ത് മനുഷ്യ, നിങ്ങൾ പഠിക്കാതെ ഞങ്ങളുടെ ഊരിൽ മുട്ടാൾ, നിങ്ങളിവിടെ ഇങ്ങനെ പറയും, വിവരമില്ലാത്തവൻ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം അന്ന് അവർക്കറിയാം, ഇന്ന് അവർക്കറിയുമോ? അന്നവർ പറയാണ് നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുകയല്ലേ, മേലായ അധികാരമുള്ളവർക്ക് കീഴടങ്ങണം. ഞാൻ പറഞ്ഞു ഞങ്ങൾ മേലായ അധികാരമുള്ളവർക്ക് കീഴടങ്ങുന്നുണ്ട്, നിങ്ങൾ അടങ്ങുന്നില്ല. എന്തുവായി പറയാമെന്ന് നിൽക്കുന്നേ? ഞാൻ ഭാരത പ്രഥമർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അങ്ങേക്ക് കത്തെഴുതി, രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻറ്റ്. അവിടുത്തെ എടപ്പാടി പളനിച്ചാമി അന്നത്തെ ചീഫ് മിനിസ്റ്റർ, സെൻട്രൽ ഹെൽത്ത് മിനിസ്റ്റർ, സ്റ്റേറ്റ് ഹെൽത്ത് മിനിസ്റ്റർ, ലോക്കൽ കളക്ടർ, രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻറ്റ്, പോസ്റ്റൽ, ബൈ പോസ്റ്റൽ. എന്നിട്ട് മെയിൽ അയച്ചു, ഈ കൊറോണയെ കൊല്ലാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനാൽ സാധിക്കും. കർത്താവിൻ്റെ വചനം കൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു മാരക കൊള്ള ലോകം മലയാളത്തിൽ എങ്ങനെയെന്ന് അറിയില്ല, തമിഴിൽ കൊള്ളൈ നോയ്. ഇതിനെ കൊല്ലുവാൻ സഭ തുറന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കിന് കീഴ്പ്പെടുന്ന ആളുകൾ. നിങ്ങൾ കീഴ്പ്പെടുന്നില്ല. വിടുവോ? അങ്ങനെ പറഞ്ഞാൽ വിടുവോ? അടിച്ച് നട്ടല്ലൊടിക്കത്തില്ലേ? ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്തോ, ഹല്ലേലൂയ, ചർച്ച് തറക്കും. നിങ്ങൾ ഇത്തിരി നേരം കൈയടിച്ചൊക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ള വിട്ടി പ്രസംഗിയാരെയൊന്നും ഇനി മേലിൽ വിളിക്കരുത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പൊങ്ങച്ചം പറയല്ല, കർത്താവിൻ്റെ വാക്ക് യഥാർത്ഥമായിട്ട് പറയുന്നു. ദൈവം എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഏത് ഐസൊലേഷൻ ICU വാർഡിനകത്തും മാസ്ക് ഇടാതെ, കയ്യിൽ ഗ്ലൗസ് ഇടാതെ ചെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ് സൗഖ്യം തരും. നമ്പർ 2, അനുവദിച്ചില്ല എങ്കിൽ ആംബുലൻസിനകത്ത്
കൊറോണയിൽ സീരിയസ് ആയ പേഷ്യൻറ്റിനെ സോയൻസോ അഡ്രസ് തോവാള കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് കൊണ്ടുവരിക. വാർഡല്ല, അവിടെ വാർഡല്ല, ചർച്ച് കെട്ടിയിരിക്കുന്നത് 7000 പേർക്ക് ഇപ്പം ഇരുന്ന് ആരാധിക്കത്തക്ക ചർച്ച്. ഇപ്പം അടുത്ത എക്സ്റ്റൻഷൻ 25,000 പേര് ഇരിക്കത്തക്ക ചർച്ച് ഒന്ന് ഇമേജ് ചെയ്തു. വാർഡല്ല. സ്വപ്നമാണോ ഞാൻ പറയുന്നത്? സ്വപ്നമാണോ? എനിക്കും സ്വപ്നമാ തോന്നുന്നു, എനിക്കത് സ്വപ്നമാ തോന്നുന്നു. ഞങ്ങളുടെ സാക്ഷ്യം കേട്ടാലുണ്ടല്ലോ, വാടക വീട്ടിൽ ഒരു ടാർപ്പാൾ വാങ്ങിച്ച് കെട്ടാൻ അർഹതയില്ലാതെ കിടന്ന ഞങ്ങൾക്കാണ് ദൈവം പണിഞ്ഞു തന്ന ചർച്ചാണ് ഞാൻ പറയുന്നത്. അത് കൊറോണ വാർഡല്ല, കൊറോണ രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന സ്ഥലം. ആമേൻ. കൊണ്ടുവാ, കൊണ്ടുവാ. പറ്റത്തില്ല. എനിക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ എല്ലാ ആരാധനയും നടത്തും, എല്ലാ ഞായറാഴ്ചയും. അടുത്തടുത്ത് ആരും ഇരിക്കരുത്. ഞാൻ എല്ലാവരെയും ചേർത്തിരുത്തി, എല്ലാവരും പാദ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വാ. സ്നാനപ്പെട്ട എല്ലാവരും പാദ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വാ. കർത്താവിൻ്റെ ശരീരം ഒറ്റ അപ്പം, ഇത്രമാത്രം വലിപ്പം പാസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇത്രമാത്രം വലിപ്പം. അണ്ടയ്ക്കകത്താണ്, വലിയ അണ്ടയ്ക്കകത്താണ് കർത്താവിൻ്റെ രക്തം. ആമേൻ. അതെടുത്ത് എല്ലാവർക്കും ഒരേ ജക്കിനകത്ത് വെച്ച് ഒരേ ആളുടെ വായിനകത്ത് കൊടുക്കുന്നു. പോലീസ് വന്ന് വീഡിയോ എടുക്കുന്നു. കൊറോണായി. ഞാൻ പറയുന്നത് നമ്മളെ ഭാഷയിൽ കൊറോണായി. നായെന്ന് പറഞ്ഞാൽ പട്ടി. എൻ്റെ കർത്താവിൻ്റെ രക്തത്തിന് മുമ്പ് ഏതൊരു രോഗത്തിനും നിൽക്കാൻ പറ്റത്തില്ല എന്ന് തെളിയിക്കണം, തെളിയിക്കണം, തെളിയിക്കണം. ഞാൻ പറഞ്ഞ് ഇത് കർത്താവിൻ്റെ ശരീരവും രക്തം. ഇത് ഭക്ഷിക്കുന്നവർക്ക് വാക്സിൻ ആവശ്യം ഇല്ല. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒറ്റ വ്യക്തി പോലും വാക്സിൻ കുത്തിയിട്ടില്ല. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കാ. കർത്താവിൻ്റെയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചോളണം. ആ വാക്സിൻ്റെ വിഷമൊന്നും അങ്ങ് മാറ്റിക്കട്ടെ. വിഡ്ഢിത്തനം പറയാനായിട്ട് പാണ്ഡിയെ കൊണ്ടെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കണ്ണീർ വിട്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ രക്തം വരുമ്പോൾ അതിനകത്തിരിക്കുന്നതൊക്കെ അനുഭവം, അല്ലെങ്കിൽ പാതകം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല, സയൻറ്റിസ്റ്റ് തെളിവുണ്ട്. അവസാനം പ്രശ്നം വലുത്തു. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? മൂക്കളയല്ലേ പ്രശ്നം? അതെ, അങ്ങനെയാണോ മലയാളത്തിൽ? ഈ സലവായുടെ മലയാളത്തിൽ എന്തെന്ന് മൂക്കള എന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ മൂക്കളയല്ലേ പ്രശ്നം? ഞങ്ങൾക്ക് ചളി, തമിഴിൽ ചളി, നിങ്ങൾക്ക് മൂക്കള, എല്ലാം ഒന്നാണ്. അപ്പോൾ ഈ ചളിയല്ലേ പ്രശ്നം? ചാകാൻ പോകുന്ന, കൊറോണയിൽ ചാകാൻ പോകുന്നവരുടെ ചളി ഇങ്ങോട്ട് കൊടുക്കുക. ആമേൻ. തടവ. എന്നിട്ട് ബാക്കിയെടുത്ത് ലേബിലോട്ട് കൊടുക്കുക. അതിനകത്ത് കൊറോണ ഇല്ലെങ്കിൽ കർത്താവിൻ്റെ രക്തത്തിന് കൊറോണയെ കൊല്ലാനായിട്ടുള്ള പവറുണ്ടെന്ന് നിങ്ങൾ ഇന്ത്യൻ എല്ലാ ന്യൂസിലും പ്രഖ്യാപിക്കാൻ പറ്റുമോ? ചാലഞ്ച്. നിങ്ങളുടെ ഏത് വാക്സിനും സുഖപ്പെടുത്താത്തത് ഞങ്ങളുടെ ദൈവം സുഖപ്പെടുത്തും. ഇത് എന്തോ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആമേൻ. ബാക്കി ഇന്ന് രാത്രി ദൈവം അനുവദിക്കുകയാണെങ്കിൽ പിന്മഴ എന്തിനാണ്? പിന്മഴ പെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മിൽ പലരും, ആമേൻ പറഞ്ഞാട്ടെ, സ്വർഗം പോവുമോ? പിന്മഴ വരണം. നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മൾ വാഴുന്ന കാലത്തിനകത്ത് പിന്മഴ വരണം. അന്നാ എതിർപ്പ്. അതിനുശേഷം തോവാള ചർച്ചിനകത്ത് ആരും വന്ന് ഇന്ന് വരെ എത്ര വേവ്സ് വന്നാലും
മലയാളത്തിലെ എന്തോ, തമിഴ് അല. ഇവിടെ അലയാണോ? ഒന്നാം അല, രണ്ടാം അല. മലയല്ല, അല. ആമേൻ. എത്ര അല വന്നിട്ടും ചർച്ച് തുറന്നു. ഒരു ദിവസവും ചർച്ച് ഇന്ന് വരെ അടയ്ക്കാൻ ദൈവം അനുവദിച്ചു. നമുക്ക് തെളിയിക്കാനുള്ള നട്ടല്. നമ്മളൊക്കെ എന്തോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതൊക്കെ പറയാനാണോ? ഒന്ന് ആശ്വാസമുള്ള വാക്ക് പറഞ്ഞാൽ പോരെ? നിങ്ങൾ ആശ്വസിപ്പിക്കുവാനായിട്ടുള്ള വാക്കാണ് ഞാൻ പറയുന്നത്. ആമേൻ. നിങ്ങൾ കർത്താവിൽ ഉല്ലസിക്കുവാനായിട്ട്, കർത്താവ് ജീവിക്കുന്നു എന്ന് തെളിയിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ നടത്തും. ദൈവം നിങ്ങളെ മാറ്റി തീർക്കും. ദൈവം നിങ്ങളെ മാറ്റും. ആമേൻ. ഞാൻ പറയേണ്ട കാര്യത്തെ ഇന്നിപ്പോൾ പറഞ്ഞു നിർത്തുന്നു. ആ ക്ലോക്ക് കറക്റ്റാണോ? ക്ലോക്ക് കറക്റ്റാണോ? ഓ, 1 നിമിഷമായി. 1 മണി 1 നിമിഷമായി. ക്ഷമിക്കണം. ഞാൻ ഇത്രയും വർഷം പ്രസംഗിച്ച സ്ഥലത്ത് സമയത്തിന് നിർത്തിയിട്ടേ ഇല്ല. എന്നാൽ ഒറ്റ കുഞ്ഞും പോയിട്ടുമില്ല. നിർത്തുന്ന ആരും വിഷമിച്ചിട്ടുമില്ല. ദൈവത്തിൻ്റെ വൻ പ്രവൃത്തി അവരെ അവിടെ ഇരിക്കാൻ വയ്ക്കും. അവർക്ക് വിശപ്പുണ്ടാകത്തില്ല. അവർ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കും. അവർ ദൈവത്തിൻ്റെ വാക്ക് ഉൾക്കൊള്ളും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് മാത്രം മഹത്വം. എൻ്റെ ദൈവം മാത്രം വലിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വാക്ക് മതി, ഒറ്റ പ്രസംഗം മതി. മീനിൻ്റെ വയറ്റിൽ നിന്നും യോനയെ കക്കിയപ്പോൾ നിനിവയുടെ രാജാവ്, നിനിവ എന്ന് പറയുമ്പം അസീരിയരുടെ ക്യാപിറ്റൽ നിനിവ, സിറിയയുടെ ക്യാപിറ്റൽ. യോന എന്ന് പറയുമ്പം ബുദ്ധിയില്ലാത്ത പ്രാവ് ഞാനാണ്. യോനയുടെ അർത്ഥം മന്ദബുദ്ധി പ്രാവ്. പറഞ്ഞാട്ടെ, മന്ദബുദ്ധി. യോനയുടെ അർത്ഥം എന്ത്? മന്ദബുദ്ധി പ്രാവ്. യോനയ്ക്കറിയാം, ഞാൻ എന്ത് പ്രസംഗിച്ചാലും അവരാരും സ്വീകരിക്കത്തില്ല. എന്നാൽ കർത്താവ് അവിടുത്തെ മീനെ കൊണ്ട് അവിടെ തന്നെ കക്കിച്ചു. ഇത് കേട്ടപ്പോൾ ഇത് ദൈവമനുഷ്യൻ തിരുവനന്തപുരത്തിനകത്ത് ശംഖുമുഖത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് ഒരാളെ കക്കിയിട്ടിരിക്കുക, മീന് കക്കിയിട്ടിരിക്കുക. ഹല്ലേലൂയ. മനസ്സിലായോ ചേച്ചിക്ക്? മനസ്സിലായോ? മീന് കക്കിയിട്ടിരിക്കുക. രാജാവ് കേട്ടു. 3 ദിവസം മീനിൻ്റെ വയറ്റിനകത്തിരുന്ന ഒരു മനുഷ്യനെ മീന് കൊണ്ട് കരയിൽ കക്കിയിരിക്കുക. 3 ദിവസമായിട്ടും അവൻ മരിച്ചിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനയെപ്പോലെ കർത്താവ്, ഹല്ലേലൂയ, ഭൂമിയുടെ ഹാർട്ടിനകത്തിരുന്നു. ആമേൻ. ഇത് രാജാവ് കേട്ടു. ആമേൻ. ആരാ പ്രസംഗിക്കുന്നേ? എങ്ങനെയാ പ്രസംഗിക്കുന്നേ? മീനിന്റെ വയറ്റിൽ നിന്ന് കക്കി. അപ്പോൾ ഇവൻ പ്രസംഗി തന്നെയാണ്. പറഞ്ഞാട്ടെ, അപ്പോൾ ഇവൻ പ്രസംഗി തന്നെയാണ്. 3 ദിവസം മീനിന് പോലും ജീരണിക്കാൻ പറ്റാതെ, ഡൈജഷൻ ആകാതെ, അത് പറയുന്നത് വരെ ഉള്ള വച്ചിട്ട് പറഞ്ഞപ്പോൾ കൊണ്ട് കക്കി. അതനുസരണക്കേട് കാണിച്ചില്ല. ഹല്ലേലൂയ. കക്കടാന്ന്, കക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാ?
മലയാളത്തിൽ ഛർദിക്കുക. ആ ആ ആ ആ ആ. കക്കെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നുകൊണ്ടല്ലേ. കക്കാൻ പോയി. എന്തോ എനിക്കെന്തൊക്കെ ഇങ്ങനെ ഒരുപാടൊന്നും അറിയില്ല. ഹല്ലേലൂയ. ഛർദിക്കുക. ഇപ്പൊ മനസ്സിലാക്കിയോ? ശ്രദ്ധിക്കണം. ഛർദിക്കുന്നു പറഞ്ഞാട്ടെ. ഛർദിച്ചു. മീന് ഛർദിച്ചു. ജനം ശ്രദ്ധിച്ചു. കേരളം ശ്രദ്ധിക്കും. എൻ്റെ ദൈവം എനിക്ക് പറഞ്ഞത് കേരളത്തിനകത്തിരിക്കുന്ന ദൈവദാസന്മാരെ കൊണ്ട് ലോകമെങ്കും ദൈവപ്രവൃത്തി നടക്കുവാൻ പോവുകയാണ്. അവരെ എൻ്റെ സ്വന്തം ജനമാക്കി. ആമേൻ. നിങ്ങളുടെ കേരളവും ഞാൻ പറയാതെ കേരളത്തെക്കുറിച്ച് നിറച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇസ്രായേൽ ദേശവും കേരള സ്റ്റേറ്റും ഏകദേശം എന്നപോലെ നിങ്ങൾ ദൈവജനമാണ്. എന്നാൽ ഇവിടെ തന്നെയാണ് നമ്മുടെ നാട്ടുകാരെല്ലാം വന്ന് ഏതോ മലയിലൊക്കെ കോടികൾ പോകുന്നു. എന്തായിക്കോട്ടെ മീന് ശ്രദ്ധിച്ചു. ജനം ശ്രദ്ധിച്ചു. പറഞ്ഞാട്ടെ. ഓ കേട്ടോ? മീന് ശ്രദ്ധിച്ചു. ജനം ശ്രദ്ധിച്ചു. പറഞ്ഞാട്ടെ. മീന് ശ്രദ്ധിച്ചു. ജനം ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മെസ്സേജ് എവിടെ പോയി? നിനിവേയുടെ രാജകൊട്ടാരത്തിന്. രാജധാനി ഇവിടെ അല്ലയോ? അല്ലേ? കവടിയാറ്. ഈ കൊട്ടാരത്തിന്റെ പേരെന്തോന്ന്? കവടിയാർ തന്നെ. കവടിയാർ. നാം കബഡി എന്നൊക്കെ പറയും. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഹല്ലേലൂയ. 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 യോനയുടെ ഒറ്റ പ്രസംഗം. കർത്താവ് പറഞ്ഞാൽ ഒറ്റ പ്രസംഗം മതി. എന്ന് നിങ്ങൾ മാസ്ക് ഇടണം. ആമേൻ. എന്ന് നിങ്ങളൊരു മാസ്ക് ഇടണം. ആമേൻ. നിനിവേയുടെ രാജ തൊട്ട് അടുത്ത ലിസ്റ്റ് മനുഷ്യന്റെ വരയ്ക്കും മൃഗങ്ങളും അവിടെ കന്നുകാലി, അവരുടെ ആടുമാട് ഒന്നും പുല്ല് മേഞ്ഞില്ല, വെള്ളം കുടിക്കാതെ ശബ്ദമിട്ട്. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, തിരുവനന്തപുരം, തിരൂർ, എസെക്കിയേൽ 27-8 എന്ന് തോന്നുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തെ വെള്ളം കൊണ്ട് മൂടും. ഓ, വലിയ പ്രവാചകനാണോ? പ്രവാചകനല്ല. എൻ്റെ ദൈവം വലിയ പ്രവാചകൻ. നിങ്ങൾ ഇന്ന് ഇത്ര പേരും നെടുവീർപ്പിട്ട് കരയുകയാണെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ, നെറ്റിയെന്ന് പറഞ്ഞാൽ നെറ്റിയാന്നോ, ഒരു മുദ്രയിടും. പെരുമൂച്ച്, തമിഴിൽ ഇങ്ങനെയാണ്, പെരുമൂച്ച് വിട്ട് കരയുന്ന ഒരു അഭിഷേകം. അതാർക്കാണുള്ളത്? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ അറിയാഞ്ഞിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ആരൊക്കെ നെടുവീർപ്പിടാൻ തയ്യാറായിട്ടുണ്ട്? കേരളം അളിയരുത്. തമിഴ്നാട്ടിലുള്ള ഒരു പാണ്ഡിക്ക് കേരളത്തിൻ്റെ മേളിൽ ഒരു സ്നേഹവുമില്ല. എന്നാൽ എൻ്റെ ദൈവം നിങ്ങളെ സ്നേഹിക്കും. ഞാൻ സ്നേഹിച്ചല്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കും. ആമേൻ. യോനയ്ക്ക് എരിച്ചലാണ്. യോനയ്ക്ക് ദൈവം പറഞ്ഞത്, ദൈവം മനസ്സ് മാറും, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്.
എൻ്റെ ഹൃദയത്തിനകത്ത് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും അവർക്ക് സംഭവിക്കുമെന്ന് ദൈവം പറയുവാണെങ്കിൽ എനിക്ക് കാണിച്ചത് കൊണ്ട് അത് സംഭവിക്കരുത്. അയ്യോ, എനിക്ക് നല്ലത് സംഭവിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടം വരുന്നത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുവാണെന്ന് എനിക്ക് ദൈവം പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് കരയും. അത് സംഭവിക്കരുത്, എനിക്ക് കാണിച്ചത് കൊണ്ട് സംഭവിക്കരുത്. യോനയ്ക്ക് അവൻ്റെ കരച്ചിൽ എങ്ങനെയെന്നറിയാമോ? ദൈവത്തോട് ചണ്ട വയ്ക്കുന്നതാണ് അവൻ്റെ വേല. എല്ലാ പ്രവചകൻ പ്രവചിക്കും. ഈ പ്രവാചകനെ പറ്റി മാത്രമേ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാ പ്രവാചകന്മാരെയും നിങ്ങൾ വായിച്ചാട്ടെ. അത്രയും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം പറയുന്നത് രാജാക്കൾക്ക് വേണ്ടി പ്രവചിച്ചിരിക്കും. എൻ്റെ വാക്ക് കട്ടിയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒറ്റ ഒരു പ്രവചനം മാത്രം, അവൻ്റെ പേരിൽ അവനെ കൊണ്ട് പ്രവചനം. എന്നാൽ അവൻ ഒരു അനുസരണക്കേട് എന്നെ പോലെ. എന്ത് പ്രാവെന്ന് പറഞ്ഞു ഞാൻ? എന്ത് പ്രാവാണ് യോനെ? പൊട്ടപ്രാവ്. അവൻ എന്ത് പറയണമെന്നറിയാമോ? ഒരു പുഴു ദൈവം കൽപ്പിച്ചു. ഉടനെ ഒറ്റ ദിവസം കൊണ്ട് ചെടി വളർന്നു. ഒറ്റ ദിവസം കൊണ്ട് പുഴുവിന് കൽപ്പിച്ചു, അത് ഭക്ഷിച്ചു കഴിഞ്ഞു. എല്ലാം ദൈവം പറയുന്നത് പോലെ നടക്കും. പക്ഷെ ഇവന് ഭയങ്കര ദേഷ്യമാണ്. കർത്താവെ പറഞ്ഞതുപോലെ തൂക്കി ദോശ പറഞ്ഞിട്ട് അമ്മമാർക്ക് മനസ്സിലായ ദോശ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചതുപോലെയാണ് കർത്താവ് തമിഴിൽ പറയുന്നു. യോന എടുത്ത് പറയാണ്, ദോശയെ കവിഴ്ത്തിടുന്നത് പോലെ നിനിവയെ കവിഴ്ത്തിടും, മറിച്ചിടും. ആമേൻ. നിനിവെ മറിച്ചിടും. ഞാൻ പറയുന്ന മലയാളം ശരിയാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് സംസാരിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. നിനിവെ മറിച്ചിടും. ഇവൻ അവിടെ ഒരു കുടിശ്ശയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ അത് സംഭവിക്കും ഇവനറിയില്ല. മറിച്ചാൽ ഞാനും ചേർന്ന് മറിയും. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊക്കെ അങ്ങനെയാ. ഹല്ലേലൂയ. നിനിവെ മറിച്ചു കഴിഞ്ഞാൽ ഞാനും ചേർന്ന് മറിയും. എന്നാൽ ദൈവം പറയുന്നു, എനിക്ക് ദേഷ്യമുണ്ടാകാം, എനിക്ക് ദേഷ്യം വരത്തില്ല. അവർക്ക് വലത് കൈയുടെയും ഇടത് കൈയുടെയും വ്യത്യാസം അറിയത്തില്ല. അവർക്ക് വേണ്ടി ഞാൻ മനസ്സലിയാതിരിക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. എൻ്റെ കർത്താവ് എനിക്ക് എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം എന്ന് ഉദ്ദേശിക്കുന്നു. അതായിരിക്കും. അതിനകത്ത് നെടുവീർപ്പിട്ട്, അതെയാണോ? 4-ാമത്തെ വാക്യം. കർത്താവ് അവനോട് യഹോവ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം. മ്ലേച്ഛത നിർത്തിയാട്ടെ. ഇവിടെ എല്ലാം മ്ലേച്ഛതയാണ്. എനിക്ക് കർത്താവ് ചിലതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു. ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യം കേരളം ചെയ്യുവാനായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളും ഞാനും കരയുവാനായിട്ടാണ് വന്നത്. നിങ്ങളടുത്ത് പ്രസംഗിക്കാൻ ഞാൻ വന്നില്ല. നിങ്ങളടുത്ത് പ്രസംഗിച്ച് നിങ്ങളെ പ്രസംഗം പഠിപ്പിക്കുവാൻ ഞാൻ വന്നില്ല. കരയുവാൻ എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നു.
കേരളം മാറും. ഇങ്ങനെ ഒരു തമിഴൻ ഈ ദിവസത്തിൽ വന്നു എന്ന് നിങ്ങൾ പറയും. ആമേൻ. തീർച്ചയായിട്ടും നിങ്ങളിന്ന് കരയുവാണെങ്കിൽ കർത്താവ് കേരളത്തിനകത്ത് ഒരു മാറ്റമുണ്ടാക്കും. കേരളത്തിനകത്ത് ഏതോ ഒരു സ്ഥലത്ത് എന്നെക്കൊണ്ട് പ്രസംഗിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. തലസ്ഥാനത്തിനകത്ത് ദൈവം കൊണ്ടുവന്നുവെങ്കിൽ ദൈവം ഒരു പദ്ധതി ചെയ്യുവാൻ പോകും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിൻ്റെ ഒരു വീര്യ പ്രവൃത്തി നടക്കും. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് കേരളത്തിൽ ചില മാറ്റങ്ങളുണ്ടാവും. ഭയങ്കരമായിട്ട് കടൽ കൊന്തളിക്കും. പക്ഷെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൊണ്ട്, ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട്, അത് നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാതെ കൈ അങ്ങോട്ട് തിരിച്ചെടുക്കും. അത് സംഭവിച്ചാൽ വയനാട് പോലല്ല, സുനാമി പോലല്ല ഇതുവരെ കേരളം കണ്ടിരാത്ത, ഇന്ത്യയെ കണ്ടിരാത്ത, വേൾഡ് കണ്ടിരാത്ത ഒരഴിവിൽ നിന്നും ഈ കൊച്ചു കേരളത്തെ, അതിലും തിരുവനന്തപുരത്തെ ദൈവം അതിനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. എനിക്ക് ഒരുപാട് പ്രസംഗിക്കുവാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കുവാണ്. ഞാനിന്ന് എനിക്ക് വേണ്ട ആളുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ അംഗങ്ങൾ അവിടെയായിട്ടൊക്കെ സ്നാനപ്പെട്ടവരുണ്ട്. ആരും വീട്ടിൽ നിന്ന് പോകുന്നില്ല. ഞാനിന്ന് അടുത്ത ആരാധന വരെയിലും ദൈവത്തോട് കരയും. നിങ്ങളും കരയണം. വീട്ടിൽ വെറുതെ ഇരിക്കരുത്. രാത്രി നിങ്ങൾക്ക് ആരെയൊക്കെ വിളിക്കാൻ പറ്റുമോ? ഒരു ചെയർ പോലും ബാക്കിയിരിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. കൊറോണയ്ക്ക് മുമ്പ് മാസത്തിലൊരിക്കലാണ് ഞങ്ങളുടെ ചർച്ചിലെ സ്നാനം. മാസത്തിലൊരിക്കലാണ് പാദ ശുശ്രൂഷ ചെയ്ത് കത്തർമേശ. അതെല്ലാവരോടും ചേർത്ത് വയ്ക്കത്തില്ല. വൈകുന്നേരം സ്നാനപ്പെട്ടവർ മാത്രം, വെയിറ്റ്. അങ്ങനെ എല്ലാവരും ഏകചിന്തയോട് വന്ന് കർത്തർമേശ കാണാൻ ദൈവത്തിൻ്റെ വീര്യ പ്രവൃത്തി. എന്നാൽ കൊറോണയ്ക്ക് ശേഷം മാസത്തിന് സ്നാനം നടന്നത് ആഴ്ചതോറും സ്നാനം. അറിഞ്ഞാട്ടെ, നമ്മൾ ദൈവത്തോട് നിൽക്കുവാണെങ്കിൽ ദൈവം നമ്മോട് നിൽക്കും. നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഏറ്റു പറഞ്ഞാട്ടെ, നിങ്ങളുടെ തലയിൽ നിന്നും ഒരു മുടി പോലും നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അപ്പനമ്മ നിങ്ങളുടെ മുടി എണ്ണിയിട്ടില്ല. എൻ്റെ കർത്താവ് എണ്ണി വച്ചിരിക്കുക. നമ്മൾ ആരാധിക്കുന്നത് ആരാണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാകണം. ആമേൻ. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുവാണെങ്കിൽ, ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയട്ടോ, ഞായറാഴ്ച തോറും സ്നാനം എനിക്കതിൽ ഇഷ്ടമല്ലെന്ന് എനിക്ക് തൃപ്തിയില്ല. ഇപ്പോൾ ചൊവ്വാഴ്ചയും സ്നാനം. ആമേ. സന്തോഷമില്ലയോ? മെനഞ്ഞാന്നും സ്നാനം, മെനഞ്ഞാന്നും കർത്തർമേശ. എനിക്ക് തൃപ്തിയായില്ല. പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എല്ലാ ദിവസവും നടക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. ഇവിടുത്തെ സ്റ്റേഡിയം ഏറ്റവും വലിയ സ്റ്റേഡിയമാണോ? അത് ചർച്ചാകണം. എയർപോർട്ടിനേക്കാളും വലിയ ചർച്ച ഉണ്ടാകണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്താറിലായിരുന്നു. അവിടെ വേൾഡ് കപ്പ് നടന്നു. എത്രയോ സ്റ്റേഡിയം ചുമ്മാ അതിങ്ങനെ കിടക്കുക. ഞാൻ ചെന്നങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചർച്ചാകണം.
ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ 7-ാം ദിവസം ചർച്ചുകാരാണോ? 7-ാം ദിവസം ചർച്ചുകാരാണോ? ഇല്ല. അപ്പോ ഞായറാഴ്ച ചർച്ചുകാരാണ്? അങ്ങനെയല്ല, നമ്മൾ 7 ദിവസവും ചർച്ചുകാരാണ്. ആമേൻ. ആഗ്രഹമില്ലേ? നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആഗ്രഹിച്ചാ പോരെ, കരഞ്ഞാ പോരെ? കർത്താവ് ചെയ്യും, കർത്താവ് ചെയ്യും. ഞാൻ ചാകുന്നതിന് മുമ്പ് ദിവസവും സ്നാനം നടക്കും. ആമേൻ. അതിനുള്ള ഒരു പിന്മള ഇന്ന് രാത്രി പെയ്യും. അത് നിങ്ങളുടെ സഭയിനകത്ത് പെയ്യും. വിശ്വാസികളുടെ ജീവിതത്തിനകത്തത് പെയ്യിപ്പിക്കും. അതിലേക്ക് വേണ്ടി ഒരുങ്ങാമോ? അതിലേക്ക് വേണ്ടി ഒരുങ്ങാമോ? ആമേൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ, ദൈവത്തോട് കരഞ്ഞാട്ടെ. ഒരു നെടുവേർപ്പിട്ട് ഒരു ചൊട്ടെങ്കിലും കണ്ണുനീർ ഒരു കണ്ണീരിൻ്റെ പ്രാർത്ഥന. ഞാനിവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് കുറഞ്ഞ പക്ഷം 1000 പേരെങ്കിലും എനിക്ക് വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ ഫലം ഈ തിരുവനന്തപുരത്തകത്ത് ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. ആരും മറ്റവരെ നോക്കരുത്. നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തമിഴിൽ ഇങ്ങനെയാണ്, മുറൈപ്പടി ചെവിക്ക തെരിയാതതിനാലേ. തമിഴിലാണെങ്കിലോ അത് വേറല്ല, മാതൃഭാഷ അങ്ങനെ യഥാർത്ഥമായിട്ട് ഞാനിങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ വളരെ ചിന്തിച്ച്, അപ്പോൾ ആ ഒറിജിനാലിറ്റി 50% അങ്ങനെ ഡൗണായി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷ സംസാരിച്ച് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ പാദത്തിൽ, ദൈവത്തിൻ്റെ പാദത്തിൽ ഒരു ചൊട്ട് കണ്ണുനീർ. പരിശുദ്ധാത്മാവ് നമുക്ക് മുറൈപ്പടി ജപിക്ക തെരിയാതതിനാലേ വാക്ക് കടങ്ങാതെ பெருமூச்சோடு அவர் வேண்டுதல் செய்கிறாராம். அவர் உங்களுக்குள்ளே ஒரு நெடுவேர்ப்பு, ഒരു കണ്ണുനീരിൻ്റെ പ്രാർത്ഥന. എല്ലാവരും വായി തുറന്ന് കർത്താവേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് കാണണം. എനിക്കൊരു വലിയ തെറ്റുപറ്റി ഇന്ന് രാവിലെ മരിച്ചുപോയ മനുഷ്യനെ 3 പ്രാവശ്യം ദൈവം എനിക്ക് കാണിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. തടസ്സം, ലയൻ കട്ടായി അങ്ങനെ ലയൻ ഡിസ്കണക്ഷൻ, നെറ്റ്വർക്ക് പ്രോബ്ലം. പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പ്രാർത്ഥിക്കാൻ പറ്റാത്ത പോയതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ രാത്രി ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരുന്നു, ഡെയിലി സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ബുക്ക് എഴുതിക്കൊണ്ടിരുന്നു, ഞാൻ മറന്നു, കിടന്നുറങ്ങി. രാവിലെ ആദ്യ ശബ്ദം, ആ വ്യക്തി മരിച്ചുപോയി. സ്വർഗത്തിൽ പോയെങ്കിലും ആ കുടുംബത്തിൻ്റെ വേദന ഞാൻ കാലതാമസപ്പെടുത്തി. ആരെങ്കിലും ഈ സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടിന് കാലതാമസപ്പെടുത്താതെ
വൈകുന്നേരം പ്രാർത്ഥിക്കാം, വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാം. ഇതിനേക്കാളും വികൽപ്പനായ ഒരു പാസ്റ്റർ അടുത്ത് വരും. നമുക്ക് നമ്മുടെ ഭാഷയിലുണ്ട് ആളുകൾ, അവർ വരട്ടെ, അന്ന് ഞാൻ പ്രാർത്ഥിക്കും. വേണ്ട മക്കളെ, വേണ്ട. ഇവിടെ ആര് പ്രസംഗിക്കുന്നതെന്നല്ല, ആരാണ് പ്രസംഗിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ആവശ്യം. എല്ലാവരും കണ്ണടച്ചാട്ടെ, എല്ലാവരും കണ്ണടച്ചാട്ടെ. ഈ അവസരം പാലിൽ കടയരുത്. എനിക്ക് പ്രസംഗിച്ച് തൊണ്ടയ്ക്ക് വളരെ വേദന ഉണ്ട്. നിർത്താനായിട്ട് ആഗ്രഹിച്ചാൽ എന്നെക്കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് വന്ന് മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ദൈവം ഈ പ്രാർത്ഥന കേട്ട് ഈ ദേശത്തിനൊരു അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ പോവുകയാണ്. എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ പറ്റുന്നത്, അത്രമാത്രം തടസ്സത്തിൽ കൂടെയാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഞാൻ ഇവിടെ അടുത്ത് വന്ന് നിന്നു, വഴിതെറ്റിപ്പോ. എനിക്ക് അങ്ങനെ കുറച്ച് നിമിഷം അടുത്ത് വന്ന് നിന്നു, വരാൻ പറ്റുന്നില്ല. എന്നിട്ട് പാസ്റ്റർ പ്രശാന്ത് വന്ന് ഞങ്ങളെ തേടി ഒരു ഓട്ടോ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവന്നു. എത്രമാത്രം തടസ്സമെന്നറിയാമോ? എനിക്ക് അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനോ എനിക്ക് കഴിയുന്നില്ല. എന്നാൽ എനിക്ക് വന്നു മാത്രം എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഒരു പ്രേരണ തരുന്നുണ്ട്. എന്നൊരു വിടുതലിൻ്റെ നാളാണ്. എനിക്കും ദൈവം തരുന്ന വലിയ ഒരു അവസരമാണ്. എന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ, നിങ്ങൾ എന്ന് കരയുവാണെങ്കിൽ, ഈ തിരുവനന്തപുരത്തിലെ വലിയൊരു മാറ്റം തീർച്ചയായിട്ട് ദൈവം തരും. ഈ തിരുവനന്തപുരത്തിനകത്ത്, ഈ കേരളത്തിനകത്ത് കർത്താവിൻ്റെ വീര്യ പ്രവൃത്തി അത് നടന്നേ തീരത്തുള്ളൂ. അത് ഇന്ത്യ ഒട്ടാകെ മാത്രമല്ല, ഏഷ്യൻ ഖണ്ഡത്തിൽ മാത്രമല്ല, ലോകം എമ്പാടും ആളിക്കത്തുന്നതായ ഒരു പരിശുദ്ധാത്മാവിന്റെ തീ, ഒരു പിന്മഴ ദൈവം അയക്കുവാൻ വേണം. ഈ കരങ്ങളടിച്ചാട്ടെ, എല്ലാവരും കരങ്ങളടിച്ച് ആരും അമ്മമ്മേ കർച്ചിപ്പൊക്കെ അങ്ങ് മാറ്റി വെക്കുക. എല്ലാരും ശബ്ദം വരണം. ഒരു കൊതുക് കൂടെ ചാകാത്ത രീതിയിൽ കൈയടിക്കരുത്. നല്ല ശബ്ദം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോട്, യഥാർത്ഥ മനസ്സോട് അരമണിക്കൂർ കൂടിപ്പോയി ഒന്നും ചിന്തിക്കാതെ എല്ലാരും കരമടിച്ചാട്ടെ. എന്റെ ദൈവമേ, ഈ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾ കാണണം. ഈ പ്രാർത്ഥനയുടെ പ്രതിഫലം, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രതിഫലം അന്യ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണ് കാണണമേ. ഇത് പോരാ. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുന്നു. കർത്താവ് മനസ്സറിയുന്നു. ഈ പ്രാർത്ഥനയുടെ ഫലം ഓരോ വ്യക്തി ജീവിതത്തിൽ, ഓരോ വ്യക്തികളുടെ കുടുംബത്തിനകത്ത്, ഓരോ വ്യക്തികളുടെ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ വീര്യ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ വൻ പ്രവൃത്തി ദൈവം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം കാണിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി നമ്മുടെ കണ്ണ് കാണും, നമ്മുടെ കാത് കേൾക്കും, നമ്മുടെ ഹൃദയം കൊണ്ട് അത് അനുഭവിക്കുവാൻ പറ്റും. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ,
ഈ ദിവസം ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വിടുതൽ തരുവാനായിട്ട് ഈ ഒരു കൊച്ചുകൂട്ടം, ഭയപ്പെടേണ്ട കൊച്ചുകൂട്ടമേ, രാജ്യത്തെ നിങ്ങൾക്ക് തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രീതിയുണ്ട്. എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ ദേവദാസിലൂടെ പരിശുദ്ധാത്മാ നമ്മെ ഓർപ്പിച്ചല്ലോ, ആത്മാക്കളെ പറ്റിയൊരു ഭാരം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവം ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. യോന അനുസരണക്കേട് കാണിച്ചെങ്കിലും ആ മത്സ്യം ദൈവത്തെ അനുസരിച്ചു. അവിടെ നിനവേലുള്ള ദൈവവചനത്തെ കൈക്കൊണ്ടു എന്ന് കേൾക്കുവാനിടയായല്ലോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി അധികമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു തീരുമാനത്തോടെ മടങ്ങിപ്പോകുമ്പോൾ, ദൈവമേ എനിക്ക് തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകം പേര് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാമോ? ഇന്ന് കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച പാസ്റ്റർ ജോൺ ക്രിസ്റ്റഫർ, പ്രിയ ബഹുമാന്യ ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പാസ്റ്റർ ജി രാജു, പ്രിയ ദേവദാസൻ, മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മോർണിംഗ് സെക്ഷൻ അവസാനിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അതത് സ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. സ്വർഗം നൽകിയതാവി തിരുനാമത്തിന് ആശ്രയിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പാവക്കാനും ദിവസം കത്താവ് സന്ധ്യാരിപ്പാൻ ദിവസങ്ങളിൽ കത്താവിത്തോളം അവിടെ നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കാൻ ആസ്വദിക്കുന്നു, വാഴ്ത്തുന്നു. ദിവസങ്ങളിൽ പാട്ടുകൾക്ക് വേണ്ടി ആൺമക്ക് വേണ്ടി കഴിയോടെ പ്രാർത്ഥിപ്പാൻ ദിവസങ്ങൾ കത്താവ് യോനാ പ്രവചനെ അയച്ചെങ്കിലും മടിച്ചെങ്കിലും മനസ്സെങ്കിൽ പിന്നത്തിൽ ഒരുക്കിയെടുത്തുകൊണ്ട് ആ പട്ടണം ഇവിടെ വേണ്ടി കത്ത് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യത്തൊക്കെ വേണം ഒരുക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവസഭ ഒരുക്കിയെടുത്ത് മാനിക്കുന്ന ദിവ്യകൃപയ്ക്കാസ്തോത ഒരു പൊന്മഴ ഇന്ന് കാലം ഞങ്ങൾ പാരുന്ന ദിവ്യകൃപയ്ക്കാസ്തോ ദിവസങ്ങൾ നശിക്കാൻമക്ക് വേണ്ടി കണിയോടെ പ്രാർത്ഥിപ്പാൻ അമ്മ തലവെള്ളം കുറയാതെ വേണം, കടിക്കൊരു കുറയാതെ വേണം. സ്വർഗ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും സഹായിക്കുമാറാകണമേ കത്താവ്. സുഷമദാസനെ ശതമാനത്ത് പോയിച്ചല്ലോ, രാധികനടുത്ത് പോയിക്കുമാറാകണം കത്താവ്. ജന ഉത്സാഹത്തോട് ഒരുക്കത്തോടെ രാധികൻ കടന്നു സഹായിക്കുമാറാകണമേ കത്താവ്. ഈ പട്ടണ ഉന്നതന്മാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ രാജ കുടുംബങ്ങളെല്ലാം പിടിക്കപ്പെടുവാ, ഈ പട്ടണദേവത്തെ പിടിക്കപ്പെടുവാ, ന്യായവിധി ആപ്പെടുവാതെ പിടിക്കപ്പെടുവാ. സ്വർഗം കൃപ ചെയ്യേണ്ടവരെ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ഈ അത്ഭുതം ചെയ്ത് വെളിപ്പെടും. പ്രാർത്ഥന യേശുനാമത്തിൽ സ്വർഗം നൽകി പിതാവേ. സമാധാനത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. രാത്രിയുള്ള സെഷൻ കൃത്യം 6:30 ആരംഭിക്കുന്നതായിരിക്കും. പാസ്റ്റർ ജോൺ ക്രിസ്റ്റഫർ, പ്രിയ ദേവദാസൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.